മറുനാടൻ മലയാളിയിലെ ഷാജൻ സ്കറിയ അദ്ദേഹം വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരാളാണ്. കാരണം വലിയ തോതിൽ റീച്ചുള്ള ഒരു മാധ്യമമാണ് മറുനാടൻ മലയാളി എന്നുള്ള കാര്യത്തിലൊന്നും ഒരു സംശയമില്ല. ഞാനടക്കം അവിടെ നിരവധി വീഡിയോകൾ ചെയ്തിട്ടുള്ളതാണ് ഒരു സമയത്ത്. ഇടയ്ക്കിടയ്ക്ക് എനിക്ക് സമയം കിട്ടുമ്പോൾ ഞാൻ തിരുവനന്തപുരത്ത് പോകുമ്പോൾ മാത്രമേ അങ്ങനെ ചെയ്യാൻ കഴിഞ്ഞിരുന്നുള്ളൂ. അപ്പോൾ ഷാജൻ അങ്ങനെ എപ്പോൾ വേണമെങ്കിലും വന്ന് ചെയ്തോളാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ഷാജനായിട്ട് കുഴപ്പമില്ലാത്തൊരു പരിചയം ഉണ്ടായിരുന്നു. ഈ ഷാജൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു വാർത്ത ചെയ്തിരുന്നു. ആ ചില വാർത്തകളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര അതിശയോക്തിപരമായി തോന്നാറുണ്ട്, അല്ലെങ്കിൽ എവിടെ നിന്നാണ് ഇത് ഒരു കയ്യും കണക്കും ഇല്ലാതെ പറയുന്നത് എന്നൊക്കെ തോന്നി തുടങ്ങിയിട്ടുണ്ട്. ചില കാര്യങ്ങളിൽ എനിക്ക് വലിയ വിയോജിപ്പുമൊക്കെ ഉണ്ട്. പക്ഷെ അപ്പോഴും വലിയ റീച്ചുള്ളൊരു മാധ്യമമാണ് അദ്ദേഹം എന്നുള്ള കാര്യത്തിലൊന്നും എനിക്ക് സംശയമില്ല. അതുപോലെ തന്നെ മറ്റ് ചില ആരും പറയാത്ത ചില വാർത്തകൾ, അല്ലെങ്കിൽ പറയാൻ മടിക്കുന്ന ബിസിനസ്സുകാരെക്കുറിച്ചുള്ള വാർത്തകളൊക്കെ തന്നെ അദ്ദേഹം പറയുന്നുണ്ട് എന്നുള്ള കാര്യത്തിലൊക്കെ എനിക്ക് യാതൊരു തർക്കവുമില്ല. പക്ഷേ ചില കാര്യങ്ങളിൽ എനിക്ക് ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അതൊക്കെ അങ്ങനെ നിൽക്കുമ്പോഴാണ് കഴിഞ്ഞ ദിവസം ഷാജൻ്റെ ഒരു വീഡിയോ ഞാൻ വളരെ കാണാനിടയായത്. അത് ഷാജൻ സുജയ പാർവതിക്ക് ഏതാണ്ട് 10 ലക്ഷം രൂപ ശമ്പളമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ വീഡിയോ ചെയ്തത്. യഥാർത്ഥത്തിൽ അത് നമ്മുടെ ഹൈദരാലിയാണ്, അതായത് പഴയ റിപ്പോർട്ടറിലൊക്കെ ഉണ്ടായിരുന്ന ഹൈദരാലിയാണ് അത്തരത്തിലുള്ള ഒരു വാർത്ത യൂട്യൂബ് ചാനലുകളിൽ എന്ത് ചെയ്ത് പറഞ്ഞത്. അതിപ്പോൾ ധൈര്യമായിട്ട് വേണമെങ്കിൽ എനിക്ക് 10ഓ 15ഓ ഒക്കെ പറയാം. കാരണം സുജയ പാർവതി ഒരിക്കലും നേരിട്ട് വന്നിട്ട് എനിക്കത്ര ശമ്പളം ഇല്ലെന്ന് പറയാനും പോണില്ല, എനിക്കത്ര ശമ്പളം ഉണ്ടെന്ന് പറയാനും പോണില്ല എന്നുള്ളതൊക്കെ നമുക്കറിയാം. എന്തായാലും സുജയ പാർവതിക്ക് 10 ലക്ഷം രൂപയൊന്നും ശമ്പളമില്ല, പക്ഷേ എങ്കിലും തരക്കേടില്ലാത്ത നല്ല ശമ്പളമുണ്ട്. അപ്പോൾ അതൊക്കെ അവിടെ നിൽക്കട്ടെ. അപ്പോൾ ആ കൂട്ടത്തിൽ അത്തരത്തിലുള്ള ഒരു വാർത്ത ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ 24 ന്യൂസിലെ ശ്രീകണ്ഠൻ നായരും ഷാജനുമായിട്ടൊക്കെ വലിയ തർക്കങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് വാർത്ത കൊടുക്കലും ഷാജൻ്റെ ഭാര്യയെക്കുറിച്ച് പോലുമൊക്കെ വാർത്ത കൊടുക്കലും ഒക്കെ സംഭവിച്ചിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഷാജൻ യഥാർത്ഥത്തിൽ ഒറ്റടിക്ക് പറയുന്നൊരു വാചകം എന്ന് പറയുന്നത് ഈ ശ്രീകണ്ഠൻ നായർക്കാണ് ഏറ്റവും കൂടുതൽ ശമ്പളം കിട്ടുന്നത്. കാരണം അല്ലെങ്കിൽ അത് കഴിഞ്ഞാൽ പിന്നെ അരുൺകുമാറിനാണ്. അരുൺകുമാറിന് 11 ലക്ഷം രൂപയാണ് കിട്ടിയത്. പക്ഷേ ശ്രീകണ്ഠൻ നായർ ഇതിൻ്റെ ഓണർ കൂടിയാണ്. പക്ഷേ അദ്ദേഹത്തിന് 30 ലക്ഷം രൂപയാണ് കിട്ടുന്നത് എന്നുള്ളത് പറഞ്ഞു. 30 ലക്ഷം രൂപയാണ് അദ്ദേഹത്തിന് കിട്ടുന്നത് എന്ന് മാത്രമല്ല, കൂടാതെ ചില പ്രോഗ്രാമുകളുടെയൊക്കെ ക്രെഡിറ്റ് അദ്ദേഹം എഴുതിയിടുന്നുണ്ട്. പക്ഷേ ചാനൽ ലാഭത്തിലാകാത്തത് കൊണ്ട് അത് എഴുതിയെടുക്കാൻ പറ്റുന്നില്ല എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിന് ചിലൊരു ചോദ്യവുമായിട്ട് ശ്രീകണ്ഠൻ നായർ മുന്നോട്ട് വന്നിട്ടുണ്ട്. ആ ചോദ്യത്തിന് കൂടി ഷാജൻ ചില ക്ലാരിഫിക്കേഷൻ നൽകുന്നത് നന്നായിരിക്കും എന്ന് മാത്രമാണ് വളരെ സ്നേഹത്തോടുകൂടി അതുപോലെ വിനയത്തോടുകൂടി ഷാജനോട് പറയാനുള്ളത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഈ പറയുന്ന പോലെ ദ ക്യൂവിൽ വന്നിട്ടുള്ള ഒരു സംവാദം അത് ഞാൻ കേൾപ്പിക്കാം. അത് യഥാർത്ഥത്തിൽ ഒരു ഫ്യൂച്ചർ സമ്മിറ്റ് എന്ന് പറയുന്ന ജെയിൻ യൂണിവേഴ്സിറ്റി കിടന്നൊരു സമ്മിറ്റാണെന്നാണ് എൻ്റെ തോന്നൽ. അപ്പോൾ അതിൽ വന്നിട്ടുള്ള ഒരു സംവാദം ഉണ്ടായിരുന്നു. ആ സംവാദത്തിൽ യഥാർത്ഥത്തിൽ ശ്രീകണ്ഠൻ നായരും ജോണി ലൂക്കോസും കൂടി ഇരിക്കുന്ന ഒരു സംവാദമാണ്. അതിൽ ശ്രീകണ്ഠൻ നായർ ഇതിനെക്കുറിച്ച് പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാം. പറയുമ്പോൾ നമുക്കറിയാം വളരെ കൃത്യവും വ്യക്തവുമായിട്ട് പറയുന്നത് ഒരു ചാനൽ എന്നും യൂട്യൂബർ എന്ന് മാത്രമാണ്. പക്ഷേ എൻ്റെ അറിവിൽപ്പെട്ടിടത്തോളം ആദ്യമായി അദ്ദേഹത്തെക്കുറിച്ച് അങ്ങനെ പറഞ്ഞിട്ടുള്ളത് മറുനാടൻ ഷാജനാണ്. ബാക്കി നമുക്ക് കേട്ടുകൊണ്ടതിന് ശേഷം ഞാൻ ബാക്കി പറയാം. ഇത് നിങ്ങൾക്ക് കാണാൻ കഴിയുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ ഈ അടുത്തിടയ്ക്ക് ജോണി ഒരു വാർത്ത വായിക്കാൻ ആവശ്യമുണ്ട്. അതായത് ഒരു ഓൺലൈൻ മാധ്യമത്തിൽ വന്നാണ് എനിക്ക് 30 ലക്ഷം രൂപ ശമ്പളം കിട്ടുന്നെന്ന് പരസ്യപ്പെടുത്തി. അപ്പോൾ എൻ്റെ അടുത്ത് ഒരാൾ ഫോണിൽ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക, ഞാൻ ലൈവിൽ നിൽക്കുമ്പോൾ, നിങ്ങൾക്ക് 30 ലക്ഷം രൂപ ശമ്പളം, പുള്ളിക്ക് ഉറക്കം പോയതല്ലേ ഇത് രാത്രി, ഇത് വായിച്ചിട്ട് പുള്ളി പാറ്റവട്ടി കയറുക, എന്നാലും ഇങ്ങനെ 30 ലക്ഷം കിട്ടും എന്ന് വെച്ച് ആലോചിച്ചിരിക്കുക. അപ്പൊ ആ സമയത്ത് ഞാൻ നോക്കിയപ്പോൾ ഒരു കമന്റ് ബോക്സിൽ ഒരുത്തൻ ചോദിക്കുന്നു, ചുമ്മാതല്ല നിന്റെ അഹങ്കാരം, നിനക്ക് 30 ലക്ഷം കിട്ടുന്നുണ്ടല്ലേ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ ഉടനെ ഒരു മറുപടി പറഞ്ഞു, ഒരു ടെലികാസ്റ്റിൽ ചേർന്നല്ലാത്തൊരു മറുപടി പറഞ്ഞു. പിന്നീട് എനിക്ക് എൻ്റെ ഒരു അബദ്ധം മനസ്സിലായി. ഞാൻ ചോദിച്ചു, എനിക്ക് കിട്ടുന്നതിന്റെ ബാക്കി എഴുതിയവന്റെ അപ്പൻ തരുമോ എന്ന് ചോദിച്ചാൽ അത് ലൈവിലൊക്കെ പോയി. അപ്പോ അത് സത്യത്തിൽ ടെലികാസ്റ്റിലെ ഒരു മൊറാലിറ്റി വെച്ചിട്ട് നമ്മളത് ചോദിക്കാൻ പാടില്ല. ഇപ്പോഴും ആ ചോദ്യം അറിയാൻ ചോദിച്ചു. അപ്പൊ ഇതെന്താ പറയുമ്പോ ഇത് അതേസമയം മലയാളത്തിലെ ഒരു സൂപ്പർ സ്റ്റാർ ഒരു നടന്റെ ബാക്കി പുള്ളി സൂപ്പർ സ്റ്റാറിൻ്റെ 10-25 കോടിയാണ് മേടിക്കുന്നത്. ആ കോടി എന്ന് പറയുന്നത് ഡിവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഏതാണ്ട് ഒരു ദിവസം 1 കോടി രൂപയൊക്കെ വരും. അപ്പോൾ എന്നാണ് പറയുന്നത്. പക്ഷേ ശ്രീകണ്ഠൻ നായർക്ക് ഇത്രയും കിട്ടുന്നു എന്ന് പറഞ്ഞപ്പോൾ ചില പ്രേക്ഷകർക്ക് തന്നെ സഹിച്ചില്ല. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, ഇത് ചോദിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ചോദിച്ചുകൊണ്ടിരുന്നപ്പോൾ ശ്രീകണ്ഠൻ നായർ ചോദിച്ചൊരു ചോദ്യം അത് ഞാൻ വീണ്ടും ആവർത്തിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ അദ്ദേഹം ചോദിച്ചത് എനിക്ക് കിട്ടുന്നതിൻ്റെ ബാക്കി ഈ പറയുന്ന പോലെ എഴുതിയവൻ്റെ അപ്പം കൊണ്ടുവന്ന് തരുമോ എന്നാണ് ചോദിച്ചത്.
അപ്പോൾ അത് നമ്മൾ അപ്പനൊക്കെ വിളിക്കുന്നത് ഇപ്പോൾ അദ്ദേഹം തന്നെ പറഞ്ഞല്ലോ, അത് മോശമായിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷേ ഇത് എഴുതിയത് ഈ പുള്ളിക്ക് കിട്ടുന്നതിൻ്റെ ബാക്കി, അതായത് ഈ 30 ലക്ഷം തികയാത്തതിൻ്റെ ബാക്കി ഇനി എന്ത് ചെയ്യുമോ, ഷാജൻ കൊടുക്കുമോ എന്നുള്ളതാണ് നമ്മൾ അറിയാൻ വേണ്ടി കാത്തിരിക്കുന്നത്. അപ്പോൾ എന്താണെങ്കിലും ഇത് കൂടാതെ ഇതിൽ ശ്രീകണ്ഠൻ നായർ മറ്റ് 2 കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട്. ആ 2 കാര്യങ്ങളിൽ ഒന്ന് അദ്ദേഹം പറയുന്നത് ഈ എതിർ ചാനലുകാർ പലപ്പോഴും ഇങ്ങനെ ചൊറിയാൻ വേണ്ടിയിട്ട് തന്നെ ആളുകളെ നിർത്തിയിട്ടുണ്ടാവും, അതുവരെ കമൻറ്റുകളിലൂടെയൊക്കെ ഇത്തരം ചൊറിഞ്ഞുകൊണ്ടിരിക്കും എന്നുള്ളതാണ് ഒന്നും പുള്ളി പറയുന്നത്. രണ്ടാമത്തെ, സിനിമാ താരങ്ങൾക്കൊക്കെ വലിയ പ്രതിഫലം കിട്ടുന്നുണ്ട്, അതൊന്നും ആർക്കും പ്രശ്നമാവുന്നില്ലെന്നാണ്. മൂന്നാമത്തെ പുള്ളി പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ ചാനലുകൾ ഉപേക്ഷിച്ച് പോകുമ്പോൾ ഞാൻ ഇത്രയും നാളും പറഞ്ഞ നിലപാടുകളും സത്യസന്ധതയും ആദരവും ഒക്കെ ഉപേക്ഷിച്ച് പോവുകയാണെന്ന് ജനത്തിന് തോന്നാതിരിക്കാൻ ഉപേക്ഷിച്ച് പോകുന്നവർ പലപ്പോഴും എനിക്കവിടെ ശ്വാസം മുട്ടുകയായിരുന്നു, ശ്രീകണ്ഠൻ നായരോടൊപ്പം വർക്ക് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പോകേണ്ട ആവശ്യമില്ല. പകരം എനിക്ക് അവിടെ 5 ലക്ഷം രൂപ കിട്ടുന്നു, അപ്പോൾ 5 ലക്ഷം രൂപ നല്ല ശമ്പളമാണ്, അത് കിട്ടിയാൽ എൻ്റെ കുടുംബത്തിന് വലിയ കാര്യമുണ്ട് എന്ന് പറഞ്ഞ് കുറച്ചുകൂടി സത്യസന്ധതയോടെ പോകണം എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തെ ഞാൻ സംസാരിച്ചിട്ടുള്ള ഒരാളാണ്. അദ്ദേഹം കുറച്ചുകൂടി ലൈറ്ററായും കുറച്ചുകൂടി സാധാരണ ലെവലിലൊക്കെ ചിന്തിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ തന്നെ വല്ലാതെ ഫീൽ ചെയ്യും എന്നുള്ളത് എനിക്കറിയാം. എന്താണെങ്കിലും ഇതിൽ നിന്ന് നമുക്ക് ഒരു കാര്യം വ്യക്തമായിരിക്കുന്നു, കാരണം ശ്രീകണ്ഠൻ നായർക്ക് 30 ലക്ഷമില്ല, കാരണം തികയാത്ത എമൗണ്ട് ഉണ്ട് എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അതിന് ആര് കൊടുക്കും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം.